ശോഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊക്കെ നമ്മളെന്താണെന്നറിയാം, ചക്ക വരട്ടി വെച്ചതാണ് കേട്ടോ. ചക്ക ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ ചക്ക ഇങ്ങനെ വരട്ടി വെച്ചിരുന്നു, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ്. അപ്പോൾ അതിപ്പോൾ എടുത്ത് ചക്കയും തേങ്ങയുമാണിത്. എന്താ, ചക്കയും തേങ്ങയും നല്ല രസമാണ് ഇത് കഴിക്കാൻ കേട്ടോ. അങ്ങനെ വരട്ടി കണ്ടോ, അലുവ പോലെയാക്കി വെച്ചേക്കുക. ഇത് മുത്താരിപ്പൊടി ഗോതമ്പ് പൊടിയും കൂടി വറുത്തത്, മുത്താരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ വറുത്തതാണ് ഇത്. എന്താ, വറുത്ത ചൂടുണ്ട് ഇതിന്, ചൂടോടെ വെച്ചേക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്കിടാം. ഇതിലേക്കിടാന്ന് പറഞ്ഞാൽ ഇതിനാവശ്യത്തിനായത് കേട്ടോ. എനിക്ക് അങ്ങനത്തെ അളവൊന്നും ഇതില്ലേ, നമ്മൾ ആ ചക്കയ്ക്ക് അനുസരിച്ചിട്ടുള്ളത് അങ്ങോട്ടിടും, അത് മതി. അതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പൊടിയുണ്ട് കേട്ടോ. സാധാരണ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പൊടി നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഏലക്കാപ്പൊടി ഇടും. അപ്പോൾ ഏലക്കാപ്പൊടി ഇതിലേക്കിടാം. ഇനി നമുക്കിത് വെള്ളമൊഴിച്ച് കുഴച്ച് വയ്ക്കണം. ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിത് അട ഉണ്ടാക്കുന്നുള്ളൂ. അട ഉണ്ടാക്കാനാണ് ചക്കയുടെ അതിനുള്ള ഇല നമ്മൾ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഇതാ, കഴുകി വൃത്തിയാക്കി തുടച്ചൊക്കെ വെച്ചതാണ്. ഇതാ, അപ്പോൾ ഇനി നമ്മളിതിൽ ഉണ്ടാക്കിയാൽ മതി. അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുഴച്ച് വെച്ച് അരമണിക്കൂർ കഴിയണം, എന്നാലാണ് ഇതെല്ലാം യോജിക്കുള്ളൂ. ഇതിനകത്തൊരു നുള്ളു ഉപ്പും കൂടി ഇടണം. ഒരു നുള്ളു ഉപ്പ് മതി, അതും കൂടി ഇട്ടാൽ ഇതിൻ്റെ കൂട്ട് ശരിയായി. ഇനി ഇത് കുഴച്ച് എടുത്ത് വയ്ക്കണം. അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അടയുണ്ടാക്കാം. നമ്മൾ ഇത്ര ഉപ്പിടുന്നുണ്ട്, ഒരു പിഞ്ചുപ്പ് മതി കേട്ടോ. അധികം ഇട്ടാൽ ഉപ്പ് കൂടുതലേ മുമ്പോട്ട് നിൽക്കും. ഇതിന് പാകത്തിനുള്ള ഉപ്പാണ് ഞാനിട്ടത്. അത് നമുക്ക് അരമണിക്കൂർ ഇത് കുഴച്ച് വയ്ക്കാം. നമുക്ക് കുഴയ്ക്കാതെ ഞാനൊരു വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് കുഴയാൻ പാകത്തിനുള്ള വെള്ളം മതി കേട്ടോ. കൈ കൊണ്ട് തന്നെ കുഴയ്ക്കണം. ഇതെല്ലാം അടയൊക്കെ നല്ല കട്ടയായിട്ടുള്ള ഹലുവ പോലെ ഇരിക്കുന്നല്ലേ, ഉടയണമെങ്കിൽ കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കണം. കുറച്ച് ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. എൻ്റെ മൊബൈൽ കേടായി, പണി തന്നെ. ഒരു 2-3-4 ദിവസം എനിക്ക് എന്തായിരുന്നു, ഓണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊരു നല്ല വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, മൊബൈൽ പണി തന്നിട്ട്. പിന്നെ അത് നന്നാക്കാൻ അതിന് ഭയങ്കര പൈസയായി. നന്നാക്കി കൊണ്ടുവന്ന് ഇതൊക്കെയാണ് വീഡിയോ എടുക്കണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതൊന്നും വളരെ കുറവാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്താലാണ് എനിക്ക് ഇനി വീഡിയോ ഇടാൻ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാവണ്ടേ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തെന്നുണ്ടെന്ന് ആകുമ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ ഈ സന്തോഷം ഇത് തന്നെയാണ് കേട്ടോ. വീഡിയോ ഇടുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷമാണ്. വീഡിയോ ഇടുന്നത് എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷം കൂടിയാണ്. നിങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുക, നിങ്ങളുമായിട്ട് വീഡിയോ ഇടുക. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ, പക്ഷേ അതിന് സമയം ആയിട്ടില്ലയെന്ന് തോന്നുന്നു, ഒക്കുന്നില്ല. ഒന്നെങ്കിൽ മൊബൈൽ കേടായിരിക്കും, അപ്പോൾ പിന്നെ ഒന്നെങ്കിൽ ഒക്കില്ല, സമയം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പം എപ്പോഴെങ്കിലും നമുക്കൊരു സമയം തെളിഞ്ഞു വരുമെന്ന് വിചാരിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ട് പല കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും പോകുന്നത് മുമ്പോട്ട്. എന്തെങ്കിലും ഒരിക്കൽ ഭാഗ്യം ഉണ്ടാവുമല്ലോ. എന്നും ഒരേപോലെ നമ്മളെ കഷ്ടകാലത്തിലേക്ക് തന്നെ വിടില്ലല്ലോ. ഭാഗ്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചും കൊണ്ട് മുമ്പോട്ടുള്ള ജീവിതം പോകുന്നു. അതിനിടയ്ക്കുള്ള വീഡിയോകൾ ഇടലാണ് ഇതെല്ലാം. ജീവിതത്തിൽ ഒരുപാട് ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പരിഭവങ്ങളും ഇല്ലാത്ത ജീവിതമില്ല. ആ കൂട്ടത്തിൽ അങ്ങനെയുള്ള ഒരു ജീവിതമാണ് എൻ്റേത്.
അപ്പം നമ്മളെല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് നമുക്ക് അരമണിക്കൂർ ഇവിടെ വെച്ചേക്കാം. അപ്പോൾ ഇതിന് ഇച്ചിരി മധുരം കുറവാട്ടോ. ഞാൻ നോക്കുമ്പോൾ മധുരം ഇല്ല. ആ ചക്ക നമ്മൾ ഇട്ട മധുരം മാത്രമല്ലേ ഉള്ളൂ. അപ്പം മധുരം കുറവാണ്. അപ്പം ഞാൻ ഇച്ചിരി ശർക്കരയും കൂടി ഇടുന്നുണ്ട്. കുറച്ച് ശർക്കരയും കൂടി നമുക്കിതിലേക്കിടാം. എന്നിട്ട് നമുക്കിത് കുഴച്ച് വയ്ക്കാം. മധുരം ഇല്ലെങ്കിൽ കൊള്ളത്തില്ലേ. ഞാൻ ഉപയോഗിക്കുന്ന ശർക്കര ഇതാണ് കേട്ടോ, ശർക്കര പൊടിയാണ്. നല്ല ശർക്കര കേട്ടോ ഇത്. അടയൊക്കെ ഇങ്ങനെയായിട്ടുണ്ട്. ഞാൻ അടുപ്പത്ത് വെച്ചു.